ഇത് നമ്മൾ ലിങ്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഈ ആപ്പ് കാണുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് തമിഴ് കൊടുത്തിട്ടുണ്ട്, ഹിന്ദി കൊടുത്തിട്ടുണ്ട്, മലയാളം കൊടുത്തിട്ടുണ്ട്. ഏത് ഭാഷയാണ് കൺവീനിയന്റ് എങ്കിൽ ആ കൺവീനിയന്റ് ആയിട്ടുള്ള ഭാഷ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ മലയാളത്തിൽ ടച്ച് ചെയ്യാം. മൊബൈൽ ഫോണിനകത്തെ ക്യാമറ ഉപയോഗിക്കണം. നമുക്ക് അതിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ക്യാമറ ഉപയോഗിക്കണം, അതേപോലെ തന്നെ മൈക്രോഫോണും ഉപയോഗിക്കണം. ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മളെ പെർമിഷൻ കൂടാതെ നമ്മുടെ ഡിവൈസിനകത്ത് ഒരു ആപ്പിനത് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അതിന് ആദ്യത്തെ ചോദ്യം എന്താ, മൈക്രോഫോൺ ആൻഡ് ക്യാമറ അതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലോ ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് അലോ ചെയ്യും. അതിന്റെ തൊട്ട് താഴെ ജിയോ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് ലൊക്കേഷനാണ് നമ്മുടെ ഡിവൈസ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പറയുന്ന ജിയോ ലൊക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡിവൈസ് പെർമിഷൻ ചോദിക്കുന്നതാണ്. അത് രണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുക, അലോ ക്ലിക്ക് ചെയ്യുക. രണ്ടിലും അലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന അതിന്റെ താഴെ കാണുന്ന ബട്ടൺ, ആ പച്ച കളറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് മുന്നോട്ട് പോകും. ഈ പ്രോസസ്സ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ഇപ്പോൾ ജിയോ അലോ ചെയ്തു, അതുപോലെ തന്നെ ജിയോ ലൊക്കേഷൻ ഉണ്ട്, അതിന്റെ താഴെ 2 ടിക്ക് വന്നത് നിങ്ങൾ കണ്ടു. നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, അതിന്റെ സ്ക്രീൻ മാറി, അത് ക്യാമറയിൽ നമ്മൾ വരുന്നത് കാണുന്നുണ്ട്. ഒപ്പം നമ്മുടെ പോളിസിയുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പോളിസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പോളിസി നമ്പർ കാണുന്നുണ്ട്, ഏതാണ് പ്ലാൻ എന്ന് കാണുന്നുണ്ട്, സം ഇൻഷുർഡ് എത്രയാണെന്ന് കാണുന്നുണ്ട്. ഈ പോളിസി അത് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഫ്രഷ് പോളിസിയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്, FR പോളിസി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു. ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഗ്രി ചെയ്യാം അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ എഗ്രി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോയി, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനകത്തേക്ക് ഇത് പോയി. പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാ നോക്കേണ്ടി വരാം, അഡ്രസ്സ് നോക്കാം, ഫോൺ നമ്പർ നോക്കാം, മെയിൽ ID നോക്കാം. ഇമെയിൽ അതിനകത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കാണാത്തത്. ഇമെയിൽ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ നമ്മുടെ അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ശരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എഗ്രി ചെയ്യാം. എഗ്രി ഉണ്ട്, ഡിസഗ്രി ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എഗ്രി കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, എഗ്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്ത് വരും, ഫാമിലി ഡീറ്റെയിൽസ് വരും. പ്രപ്പോസറുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി ഡീറ്റെയിൽസ് വരും. അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഗ്രി കൊടുക്കാം. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെയും എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോർട്ടിലേക്ക് പോകുന്ന നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് 2 ഫോട്ടോ കാണും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കഴ്സർ വെക്കാം, അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന സ്ഥലത്താണ് നമുക്ക് വീഡിയോ കാണേണ്ടത്. പക്ഷെ ഇതിന്റെ താഴെ 2 ഫോട്ടോസ് ഉണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ട്. എന്താണ് കൺഫേം ചെയ്യുന്നത്, ഈ ക്യാമറയ്ക്കകത്ത് നമ്മുടെ ഫേസ് കാണുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, ലൈവ്നെസ് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാൻ വേണ്ടി വല്ല ഫോട്ടോയോ മറ്റോ നമ്മുടെ ക്യാമറയുടെ നേരെ പിടിച്ചത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് തന്നെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ്ലി ചെക്ക് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ രണ്ടും, ഇത് ജസ്റ്റ് ഞാനത് പ്ലേ ചെയ്യാം. നമ്മൾ ക്യാമറ നമ്മുടെ നേരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിന്റെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്തെടുക്കും, ഫേസ് ഡിറ്റക്ഷൻ എടുക്കും. ഈ ഫേസ് ഡിറ്റക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റ് തന്നെ നമ്മൾ ക്യാമറ ഒന്ന് അനക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഫേസ് ഒന്ന് എന്തെങ്കിലും അനക്കി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈവ്ലി ഡിറ്റക്ഷനും അതെടുക്കും. എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്യാമറ റെക്കോർഡ് ചെയ്യുന്നതാണ്. നമ്മളാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോട്ടോന്റെ മുകളിൽ കാണുന്നു, ഇപ്പൊ നമ്മുടെ ഫോട്ടോ അതിനകത്ത് വന്നു, ഈ ഫോട്ടോയുടെ മുകളിൽ കാണുന്ന റെക്കോർഡിംഗ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ബട്ടൺ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ബിഗിൻ റെക്കോർഡിംഗ് കണ്ടോ, ഈ ബിഗിൻ റെക്കോർഡിംഗ് എന്നുള്ളത് എവിടെ കൊടുക്കേണ്ട, റെക്കോർഡ് എന്നുള്ളത് കൊടുത്തു. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് റെക്കോർഡ് ചെയ്തു. വെയിറ്റ് അപ്ലോഡിംഗ് ദ വീഡിയോ എന്ന് പറഞ്ഞു വന്നു. ഈ കഴ്സർ മൂവ് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഈ ഒരു ചുവന്ന ലെറ്ററിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. ഈ ടിക്ക് ബോക്സ് എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺഫേം ചെയ്തു. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക.
പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അതിന്റെ താഴെയുണ്ട്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ഇത് പ്രൊസീഡ് ചെയ്യും. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനകത്ത് ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. ഈ താങ്ക് യു എന്ന് പറയുന്ന മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥം. ഇതാണ് നമ്മളൊരു പോളിസി തുറന്നു നോക്കുന്ന സമയത്ത് TDC ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പോളിസി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് അണ്ടർറൈറ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നതിന് പ്രൊസീഡ് ചെയ്യാമെങ്കിൽ ഇതാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, എറേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ആക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എല്ലാ സ്റ്റെപ്പുകളും പഴയ പോലെ തന്നെയാണ്. നമ്മളത് എടുത്തു കഴിഞ്ഞ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി ഇവിടെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ എന്ത് കൊടുത്തു? മൈക്രോഫോണിന്റെയും ക്യാമറയുടെയും ആക്സസ് കൊടുത്തു. ജിയോ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്തു. ഇത് രണ്ടിനും ടിക്ക് വന്നു. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ, നമ്മുടെ എന്തുകൊണ്ട് പോളിസി ഡീറ്റെയിൽസ് ഇതിനകത്ത് വന്നു. നമ്മൾ നോക്കി അവിടെ ഡീറ്റെയിൽസ് വന്നു. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസഗ്രി എന്ന് പറയുന്ന പാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും ഡിസഗ്രി എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ദാ ഇവിടെ ഇമെയിൽ നോക്കി മൊബൈൽ നമ്പറിൽ തെറ്റുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? അത് അവിടെ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോ പേഴ്സന്റെയും അവിടെ ഡിസഗ്രി ഉണ്ടെങ്കിൽ ഡിസഗ്രി നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സെറ്റുള്ളത് ഇതുണ്ട് അതിനകത്ത്. അപ്പൊ അതിൽ ഓരോന്നിലും നമുക്ക് കാണാൻ പറ്റും എവിടേക്കാണ് നമ്മുടെ ഡിസഗ്രിമെന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബിഗിൻ റെക്കോർഡിംഗ് കൊടുത്തു. റെക്കോർഡിംഗ് 0, 1, 2, 3 അല്ലെ, 3 സെക്കൻഡ് എന്ത് ചെയ്തു? വീഡിയോ റെക്കോർഡ് ചെയ്തു, അത് അപ്ലോഡ് ചെയ്തു. അവിടെ ടിക്ക് മാർക്ക് വന്നു. ഇപ്പൊ നിങ്ങൾ കാണാം ടിക്ക് മാർക്ക് വന്നു. പ്രൊസീഡ് ചെയ്തു. അവിടെ എക്സിക്യൂട്ടീവ് വിൽ കോൾ യു ഫോർ ഡിസഗ്രീഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സംഭവം വരും. ആ പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു.